അരുവിക്കര നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 27-ന് നടക്കും. ജൂൺ 30-നായിരിക്കും ഫലപ്രഖ്യാപനം. ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു. ജയലളിത മത്സരിക്കുമെന്ന് കരുതുന്ന RK നഗറിലും ഇതേ ദിവസമാണ് തെരഞ്ഞെടുപ്പ്. 6 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിച്ചത്. അരുവിക്കരയിൽ ജൂൺ 27-ന് തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 30-നായിരിക്കും ഫലപ്രഖ്യാപനം. ജൂൺ 3-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. ജൂൺ 10 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. നാമനിർദ്ദേശ പത്രികയിന്മേലുള്ള സൂക്ഷ്മ പരിശോധന ജൂൺ 11-ന് നടക്കും. ജൂൺ 13-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ജൂൺ 27-ന് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 1 മണിക്കൂർ കുറവാണ് അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് സമയം. ജയലളിത മത്സരിക്കുമെന്ന് കരുതുന്ന തമിഴ്നാട്ടിലെ ഡോക്ടർ രാധാകൃഷ്ണ നഗറിലും ജൂൺ 27-ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു. ഇനി രാഷ്ട്രീയ കേരളം അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് ചൂടിലാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാർക്കോഴ കേസിന്റെ പ്രത്യാഘാതം അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. KM മാണിയുടെ പൊതുപരിപാടികൾ തടയുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ബാർക്കോഴ കേസിലെ ദൃക്സാക്ഷി ഡ്രൈവർ അമ്പിളിയുടെ നുണപരിശോധനാ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന്. KM മാണിക്ക് ബാർ ഉടമകൾ പണം നൽകുന്നത് കണ്ടതായി നുണപരിശോധനാ റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. ബാർക്കോഴ കേസിൽ KM മാണിക്ക് കൈക്കൂലി പണം നൽകിയത് നേരിൽ കണ്ടതിന്റെ ഏക ദൃക്സാക്ഷിയായ ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ നുണപരിശോധനാ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ അമ്പിളി മുമ്പ് നൽകിയ മൊഴി ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തായ നുണപരിശോധനാ റിപ്പോർട്ട്. നുണപരിശോധനാ വേളയിൽ ചോദിച്ച 15 ചോദ്യങ്ങളിൽ 13 ചോദ്യങ്ങൾക്കും യെസ് എന്നായിരുന്നു അമ്പിളിയുടെ ഉത്തരം. പൂട്ടിയ ബാറുകൾ തുറക്കാൻ മന്ത്രിമാരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും പണം നൽകി സ്വാധീനിക്കാൻ ബാർ ഉടമകൾ കൈക്കൊണ്ട തീരുമാനങ്ങളിലും ചർച്ചകളിലുമൊക്കെ സാക്ഷിയായിരുന്നുവെന്ന് അമ്പിളിയുടെ മൊഴിയിലുണ്ട്. 2014 ഏപ്രിൽ 1-ന് മാണിക്ക് നൽകാൻ 35 ലക്ഷം രൂപ എണ്ണി തിട്ടപ്പെടുത്തി പിറ്റേ ദിവസം ബാർ ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധി രാജ്കുമാർ ഉണ്ണിയുമായി ചേർന്ന് KM മാണിയുടെ വീട്ടിലെത്തി പ്ലാസ്റ്റിക് ബാഗിലടങ്ങിയ പണം KM മാണിക്ക് കൈമാറുന്നത് കണ്ടുവെന്ന് അമ്പിളിയുടെ നുണപരിശോധനാ റിപ്പോർട്ടിലുണ്ട്. തുടർന്ന് ബാർ ഓണേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ നടത്തിയ നിരവധി നിർണായക ചർച്ചകളിലും അമ്പിളിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. 3 ഘട്ടങ്ങളിലായി 1 കോടി രൂപ മാണിക്ക് കൈമാറിയതായി ബിജു രമേശ് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ ആദ്യഘട്ടത്തിൽ 35 ലക്ഷം രൂപയാണ് മാണിയുടെ വീട്ടിലെത്തി നൽകിയത്. ഇത് സംബന്ധിച്ച് 164 പ്രകാരം ബിജു രമേശും മുമ്പ് മൊഴി നൽകിയിരുന്നു. ഈ മാസം 18-നാണ് അമ്പിളിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. നുണപരിശോധനയുടെ ഉള്ളടക്കം പുറത്തായതോടെ ബാർക്കോഴ കേസിൽ മാണിയുടെ പങ്കിന് കൂടുതൽ വ്യക്തത കൈവന്നിരിക്കുകയാണ്. ഇതിനിടയിൽ ബാർക്കോഴ കേസിൽ ഉൾപ്പെട്ട മന്ത്രി K. ബാബുവിന് പണം കൈമാറുന്നത് നേരിൽ കണ്ട ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി മുഹമ്മദ് റസീഫും നുണപരിശോധനയ്ക്ക് സന്നദ്ധത അറിയിച്ച് വിജിലൻസ് കോടതിയെ സമീപിച്ചെങ്കിലും അപേക്ഷ കോടതി തള്ളി. അന്വേഷണ സംഘം ആവശ്യപ്പെടാതെ നുണപരിശോധന അനുവദിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. VJ മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ സർക്കാരിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്ത് മാണി ഗ്രൂപ്പ്. കുറ്റപത്രത്തിൽ മാണിയുടെ പേര് വന്നാൽ സർക്കാർ താഴെ വീഴുമെന്ന് മാണി ഗ്രൂപ്പിന്റെ മുന്നറിയിപ്പ്. കുറ്റപത്രത്തിൽ പേര് വന്നാൽ മാണിയെ സംരക്ഷിക്കില്ലെന്ന് ജോസഫ് ഗ്രൂപ്പ് വ്യക്തമാക്കി. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലും ഭിന്നത ഉടലെടുത്തു. ബാർക്കോഴ കേസിൽ മാണിക്കെതിരെ കുറ്റപത്രമുണ്ടാകുന്ന സാഹചര്യം എങ്ങനെ നേരിടണമെന്നതിൽ കേരള കോൺഗ്രസിൽ കടുത്ത ഭിന്നാഭിപ്രായമാണ് നിലനിൽക്കുന്നത്. കുറ്റപത്രത്തിൽ മാണിയുടെ പേര് വന്നാൽ സംരക്ഷിക്കാനാകില്ലെന്ന പൊതുവികാരമാണ് ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ സ്വീകരിക്കുന്നത്. കുറ്റപത്രം വന്നാൽ പാർട്ടി ശരിയായ നിലപാട് സ്വീകരിക്കണം. മാണി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നും ജോസഫ് ഗ്രൂപ്പ് നിലപാടെടുക്കുന്നു. അതേസമയം ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താനാവില്ലെന്ന് മാണിയോടൊപ്പമുള്ള നേതാക്കൾ പറയുന്നു. മാണിയെ പ്രതിയാക്കിയാൽ കർശന നിലപാടെടുക്കും. ഇക്കാര്യം UDF നേതൃത്വത്തെ ഇന്ന് തന്നെ അറിയിക്കും. പുറത്തുവരുന്ന വാർത്തകളിലെ അതൃപ്തിയും കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയെയും UDF നേതൃത്വത്തെയും അറിയിച്ചിരുന്നു. മന്ത്രി K. ബാബുവിനെതിരായ അന്വേഷണ വിവരങ്ങൾ പുറത്തുവരാതെ മാണിക്കെതിരായ വിവരങ്ങൾ മാത്രം പുറത്തുവരുന്നത് ഗൂഢാലോചനയാണെന്നാണ് മാണി ഗ്രൂപ്പ് കരുതുന്നത്. അതേസമയം നിർണായക ഘട്ടത്തിൽ ജോസഫ് ഗ്രൂപ്പിന്റെ വ്യത്യസ്ത നിലപാടിൽ മാണി വിഭാഗത്തിന് ആശങ്കയുണ്ട്. MR സജേഷ്, തിരുവനന്തപുരം. 1-ാം വാർഷികം ആഘോഷിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് AICC ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ഭൂമി ഏറ്റെടുക്കൽ ബില്ലിൽ ഭേദഗതി വരുത്തുന്നതിലൂടെ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് നടക്കാൻ പോകുന്നത്. ഭൂമി ഏറ്റെടുക്കൽ ബില്ലിന്റെ ആനുകൂല്യം ലഭിക്കാൻ പോകുന്നത് 1-2 കമ്പനികൾക്ക് മാത്രമാണ്. ഇങ്ങനെ പോയാൽ നരേന്ദ്രമോദി സർക്കാരിനെ 5-ാം പിറന്നാൾ ആഘോഷിക്കാൻ രാജ്യത്തെ കർഷകരും സാധാരണ ജനങ്ങളും അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. The largest corruption that takes place in this country is about land. The biggest corruption that takes place is when land is taken away from poor people without any recourse. It's because they do not want farmers to benefit from their land, which is going to appreciate in the near future. They want their business friends, 2 or 3 business friends, to benefit from this land.
And that is why they want to allow easy acquisition. The Sudbhu Sarkar, a happy birthday, and I would like to warn them, I would like to give them a little bit of advice. If they carry on in this manner, the poor people of this country, the Kisan of this country, the Mazdoor of this country, the small businessman of this country, will not let them have 5 birthday parties. Stop the oratory and start the action. സലിം രാജിന്റെ കളമശ്ശേരി ഭൂമി തട്ടിപ്പിനിരയായവർക്ക് ഭൂനികുതി അടയ്ക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവ്. നികുതി അടയ്ക്കുന്നത് തടഞ്ഞ മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ ടി.ഒ. സൂരജിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നടപടിയെടുക്കേണ്ടത് സിവിൽ കോടതിയാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി. സൂരജിന്റെ നടപടി ചോദ്യം ചെയ്ത് ഭൂവുടമകൾ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. കളമശ്ശേരി പത്തടിപ്പാലത്തെ 25 കോടി രൂപയോളം വിലമതിക്കുന്ന ഭൂമിയുടെ തണ്ടപ്പേരും പോക്കുവരവും നേരത്തെ റദ്ദാക്കിയിരുന്നു. ഒപ്പം ഈ ഭൂമി സർക്കാരിലേക്ക് നിക്ഷിപ്തമാണ് എന്ന് വ്യക്തമാക്കിയായിരുന്നു 2012 ഒക്ടോബറിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്ന ടി.ഒ. സൂരജ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ഇതിനെതിരെ ഭൂവുടമ N.A. ഷരീഫയും മക്കളായ A.K. നാസർ, A.K. നൌഷാദ്, ഷിമിത നൌഷാദ് എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ച് പിന്നീട് സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാദം പൂർത്തിയാക്കിയാണ് ഭൂവുടമകളിൽ നിന്ന് കരം സ്വീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. സൂരജ് നടത്തിയത് നിയമാനുസൃത നടപടികളായിരുന്നില്ല എന്ന് വിലയിരുത്തിയ കോടതി ഭൂമിയുടെ കരം സ്വീകരിക്കാൻ കണയന്നൂർ അഡീഷണൽ തഹസിൽദാറിനും തൃക്കാക്കര നോർത്ത് വില്ലേജർ ഓഫീസർക്കും നിർദ്ദേശം നൽകി. സിവിൽ കോടതിയാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് എന്നും കോടതി നിർദ്ദേശിച്ചു. തണ്ടപ്പേര് മാറ്റിയതുമായി ബന്ധപ്പെട്ട കേസിൽ CBIയുടെ അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. ഈ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുൻ ഗൺമാൻ സലീം രാജും ടി.ഒ. സൂരജും പ്രതികളാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പഠിക്കാനെന്ന പേരിൽ സർക്കാർ സംഘത്തിന്റെ വിദേശയാത്ര. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതികളുടെ കാലാവധി കഴിയാനിരിക്കെയാണ് മന്ത്രി മഞ്ഞളാം കുഴിയലിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ള സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. ജർമ്മനിയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് സംഘം സന്ദർശിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനായി പഠനം നടത്താനാണ് 3-അംഗ സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. ചീഫ് ടൗൺ പ്ലാനർ അജയകുമാർ, ചേംബർ ഓഫ് മുനിസിപ്പൽസ് ചെയർമാൻ ജമാൽ മണക്കാട്, നഗരകാര്യ വകുപ്പ് മന്ത്രി മഞ്ഞളാം കുഴിയലിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ജേക്കബ് പീഷോ എന്നിവരാണ് ജർമ്മനിയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 19-ന് വിദേശത്തേക്ക് പുറപ്പെട്ട സംഘം നാളെ തിരിച്ചെത്തും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികളുടെ കാലാവധി കഴിയാൻ ഇനി 6 മാസം മാത്രമാണുള്ളത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ പ്രവർത്തനങ്ങളൊന്നും നടക്കുകയുമില്ല. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ ചെലവിൽ 3-അംഗ സംഘത്തിന്റെ വിദേശ പര്യടനം. നേരത്തെ മന്ത്രി മഞ്ഞളാം കുഴിയലിയും തദ്ദേശ ഭരണ വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷും ഉൾപ്പെടെ 12 പേരാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനിരുന്നത്. എന്നാൽ പിന്നീട് പ്രത്യേക സാഹചര്യത്തിൽ 3 പേരൊഴികെ മറ്റെല്ലാവരും പിന്മാറുകയായിരുന്നു. മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ച് പഠിക്കാൻ നേരത്തെയും പലതവണ ഉദ്യോഗസ്ഥ സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. എന്നാൽ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പ്രത്യേകിച്ചൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിന്റെ 5-ാം മന്ത്രിയായി മഞ്ഞളാം കുഴിയലി അധികാരമേൽക്കുമ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം ഫലപ്രദമായി നടപ്പാക്കുമെന്നായിരുന്നു പ്രധാന പ്രഖ്യാപനം. ആ വാഗ്ദാനവും വാക്കുകളിൽ ഒതുങ്ങി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിലെ നുണപരിശോധനാ ഫലം ചോർന്നത് ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ അന്വേഷിക്കില്ല. അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറി. രാഷ്ട്രീയ സമ്മർദ്ദത്താൽ പ്രഖ്യാപിച്ച അന്വേഷണത്തിന് നളിനി നെറ്റോയ്ക്ക് താൽപര്യമില്ലെന്നാണ് സൂചന. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു നുണപരിശോധനാ ഫലം ചോർന്നതിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചത്. വകുപ്പ് സെക്രട്ടറി നളിനി നെറ്റോക്കായിരുന്നു അന്വേഷണ ചുമതല. അടിയന്തര അന്വേഷണം നടത്തുന്നതിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. അതേസമയം അന്വേഷണ ചുമതലയിൽ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ താൽപര്യം കാണിച്ചില്ലെന്നാണ് വിവരം. രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നുള്ള അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസിക്ക് കൈമാറാമെന്ന നിലപാടാണ് വകുപ്പ് സെക്രട്ടറി സ്വീകരിച്ചത്. തുടർന്ന് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. അതേസമയം അന്വേഷണ ചുമതല നളിനി നെറ്റോയ്ക്ക് നൽകിയിട്ടില്ലെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണം. MR സജേഷ്, തിരുവനന്തപുരം. VS ഉന്നയിക്കുന്ന വിഷയങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേരളത്തിലെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശേഷി കേരള നേതൃത്വത്തിനുണ്ടെന്നും യെച്ചൂരി ചെന്നൈയിൽ പറഞ്ഞു. വിജിലൻസ് റിപ്പോർട്ട് ചോർന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം റദ്ദാക്കണമെന്ന് VS. വിജിലൻസിൽ സമ്മർദ്ദം ചെലുത്തി മാണിയുടെ പേര് മാറ്റാനാണ് ശ്രമം നടക്കുന്നതെന്നും VS ആരോപിച്ചു. സന്നദ്ധ സേവനം ലക്ഷ്യമിട്ട് CPIM രൂപീകരിച്ച ചുവപ്പ് സേന വളണ്ടിയർ മാർച്ച് കണ്ണൂർ നഗരത്തിൽ പരേഡ് നടത്തി. വളണ്ടിയർമാരുടെ കായിക പ്രകടനങ്ങളും പരേഡിനോടനുബന്ധിച്ച് നടന്നു. CPIM-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച RSS ദേശീയ പ്രചാരക്
മിനി സുധീഷ് അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും CPIM-ലേക്ക് വന്ന 30 പ്രവർത്തകർക്ക് വളണ്ടിയർ മാർച്ച് സമാപന വേദിയിൽ സ്വീകരണം നൽകി. കണ്ണൂർ നഗരത്തെ ചുവപ്പണിയിച്ച് നടന്ന CPIM വളണ്ടിയർ പരേഡ് കണ്ണൂർ സെന്റ് മൈക്കിൾസ് മൈതാനം കേന്ദ്രീകരിച്ചാണ് ആരംഭിച്ചത്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള 3000 യുവാക്കളെയാണ് ചുവപ്പ് സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തത്. ഇവർക്ക് വ്യായാമം, പ്രഥമ ശുശ്രൂഷ എന്നിവയിലും തീപിടുത്തം, പ്രകൃതി ദുരന്തം എന്നിവയുണ്ടാകുമ്പോൾ നടത്തേണ്ട രക്ഷാപ്രവർത്തനങ്ങളിലും സേവന പ്രവർത്തനങ്ങളിലും പരിശീലനം നൽകി. കണ്ണൂർ നഗരം കേന്ദ്രീകരിച്ച് നടന്ന ചുവപ്പ് സേനാ മാർച്ച് കലക്ട്രേറ്റ് മൈതാനിയിൽ സമാപിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. മന്ത്രി KM മാണിയും ബാബുവും രാജിവെച്ചൊഴിയണമെന്നും ഇല്ലെങ്കിൽ അരുവിക്കരയിൽ അതിന്റെ ഫലം കാണുമെന്നും കോടിയേരി പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് ഈ അഴിമതി ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരിക്കും അരുവിക്കരയിൽ ലഭിക്കാൻ പോകുന്നത്. UDF-ന് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ജനങ്ങൾ അവസരം കാത്തിരിക്കുകയാണ്. ചുവപ്പ് വളണ്ടിയർ സേന രൂപീകരണത്തോടനുബന്ധിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിയ പ്രചരണം തെറ്റിദ്ധാരണാജനകമാണെന്നും സന്നദ്ധ സേവനമാണ് CPIM ലക്ഷ്യമെന്നും ജില്ലാ സെക്രട്ടറി PJ രാജൻ പറഞ്ഞു. ചില പത്രങ്ങളൊക്കെ പറഞ്ഞല്ലോ, അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് കൊടുക്കും. എന്താ ക്ലാസ്? വർഗീയത വളർത്താനുള്ള ക്ലാസ് അല്ല, ജനസേവനത്തിന് വേണ്ടി ഓരോ കമ്മ്യൂണിസ്റ്റ് വളണ്ടിയറും എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ബോധവൽക്കരണമാണ്. RSS പ്രചാരക് ശിക്ഷക് ആയിരുന്ന കൂത്തുപറമ്പിലെ മിന്നി സുധീഷ് CPIM-നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച് വളണ്ടിയർ പരേഡ് സമാപന വേദിയിലെത്തിയതും ശ്രദ്ധേയമായി. KMCC ദമാം കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സഗീർ പാവന്നൂരും CPIM-നൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ച് വേദിയിലെത്തി. കോൺഗ്രസ്, BJP, RSS, ലീഗ് സംഘടനകളിൽ നിന്നായി CPIM-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച 30 പേർക്ക് CPIM വേദിയിൽ സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നിയമസഭാ സമ്മേളനത്തിന് മുൻപ് 6 LDF MLA-മാരെങ്കിലും UDF-ലെത്തുമെന്ന് ജോണി നെല്ലൂർ. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ താൻ പങ്കാളിയായിരുന്നുവെന്നും ജോണി നെല്ലൂർ തൃശൂരിൽ പറഞ്ഞു. വളരെ വേഗം വിജയത്തിലെത്താൻ പോകുന്ന ചില ചർച്ചകൾ ഞങ്ങളിപ്പോൾ നടത്തി വരികയാണ്. ഈ ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് LDF ശിഥിലമാകും. അതിലെ ചില കക്ഷികളും 6-ൽ കുറയാത്ത MLA-മാരും UDF-നോടൊപ്പം ചെയ്തു. ആറന്മുള വിമാനത്താവള കമ്പനിക്കെതിരെ മിച്ചഭൂമി കേസിന്റെ നടത്തിപ്പ് ഉദ്യോഗസ്ഥനെ റവന്യൂ മന്ത്രി ഇടപെട്ട് സ്ഥലം മാറ്റി. ഡെപ്യൂട്ടി കളക്ടർ ജയസിംഗിനെ കണ്ണൂർക്കാണ് സ്ഥലം മാറ്റിയത്. ഇതോടെ KGS കമ്പനിക്കെതിരെയുള്ള മിച്ചഭൂമി നടപടികൾ അവതാളത്തിലായി. ആറന്മുള വിമാനത്താവള കമ്പനിയായ KGS-നെതിരെ മിച്ചഭൂമി കേസ് നടപടികളുമായി മുൻപോട്ടു പോയ പത്തനംതിട്ട ഡെപ്യൂട്ടി കളക്ടറെയാണ് റവന്യൂ മന്ത്രി നേരിട്ടിടപെട്ട് കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിയത്. നിലവിൽ 107 ഏക്കർ ഭൂമി KGS-ന്റെ കൈവശമുണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം ഹൈക്കോടതിയെ അറിയിച്ചത്. ഡെപ്യൂട്ടി കളക്ടറെ സ്ഥലം മാറ്റിയതോടെ കമ്പനിക്കെതിരായ മിച്ചഭൂമി കേസാണ് തൃശങ്കുവിലായത്. അങ്ങനെ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇന്ന കാരണത്തിലാണെന്നുള്ളത്. എനിക്ക് ആകെയുള്ള ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കോന്നിയടിച്ചുള്ള എല്ലാ താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെയും ചെയർമാനായിരുന്നു. അതിന് ചെയർമാൻ എന്ന രീതിയിൽ ഉള്ള മിച്ചഭൂമി കേസുകൾ കൈകാര്യം ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ആറന്മുളയുടെ മിച്ചഭൂമി കേസ് 28-ാം തീയതി, ഇന്നിപ്പോൾ 26-ല്ലേ, മറ്റന്നാളിലെ നമ്മൾ തീരുമാനമെടുക്കത്തക്കോലെ വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഫൈനലായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എന്നോട് എനിക്ക് എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതിനെ പറ്റി ആരും സൂചനയായിട്ടും തന്നിട്ടില്ല. എന്നാൽ റവന്യൂ മന്ത്രി അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് സ്ഥലമാറ്റത്തിന് കാരണമായതെന്നാണ് സൂചന. ഡെപ്യൂട്ടി കളക്ടറെ മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ വിളിച്ചു വരുത്തി മുൻപ് ശകാരിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. ഭൂരഹിത കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ മന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ താക്കീത്. നിലവിൽ KGS കമ്പനിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ കോടതിയലക്ഷ്യ കേസ് നേരിടുകയും ആറന്മുള വിമാനത്താവള വിരുദ്ധ ഏകോപന സമിതി കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് കമ്പനിക്കെതിരെ മിച്ചഭൂമി കേസിൽ നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥനെ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സെപ്റ്റംബർ 2-ന് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ദേശവ്യാപകമായി പണിമുടക്കും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. BJP-യുടെ തൊഴിലാളി സംഘടനയായ BMS ഉൾപ്പെടെ 11 ട്രേഡ് യൂണിയനുകൾ പങ്കെടുത്ത കൺവെൻഷനിൽ വെച്ചാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. മോദി സർക്കാർ തൊഴിലാളി വിരുദ്ധ നയം തുടർന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് BMS മുന്നറിയിപ്പ് നൽകി. BMS, CATU, AITUC, INTUC ഉൾപ്പെടെ 11 കേന്ദ്ര ട്രേഡ് യൂണിയൻ പ്രതിനിധികളും വിവിധ മേഖലകളിലുള്ള ദേശീയ ഫെഡറേഷൻ നേതാക്കളുമാണ് ദില്ലിയിൽ നടന്ന കൺവെൻഷനിൽ പങ്കെടുത്തത്. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭം ശക്തമാക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ 2-ന് ദേശവ്യാപകമായി പണിമുടക്കും. ജൂൺ, ജൂലൈ മാസങ്ങളിൽ സംസ്ഥാന, ജില്ലാ തലത്തിലും തൊഴിലിടങ്ങളിലും സംയുക്ത പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും.
കേന്ദ്ര സർക്കാർ തുടരുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് പണിമുടക്ക് പ്രഖ്യാപനത്തിലേക്ക് നയിച്ചതെന്ന് CITU ദേശീയ പ്രസിഡന്റ് AK പത്മനാഭൻ പറഞ്ഞു. ഒരു കൊല്ലം പൂർത്തിയായി, ഇന്ന് രണ്ടാം കൊല്ലത്തിലേക്ക് കടക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ഉള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, തൊഴിൽ നിയമങ്ങളെ ഭേദഗതി ചെയ്തുകൊണ്ട് കൂടുതൽ തൊഴിലാളികൾക്കെതിരായിട്ടുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ ശക്തിപ്പെടുകയാണ്. തൊഴിൽ നിയമ ഭേദഗതിയിൽ നിന്നും പിന്മാറുക, വിവിധ മേഖലകളിൽ വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കുക, കുറഞ്ഞ വേതനം 15,000 രൂപയാക്കുക തുടങ്ങി 12 ആവശ്യങ്ങളാണ് തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. BJP തൊഴിലാളി സംഘടനയായ BMS കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കൺവെൻഷനിൽ സംസാരിച്ചത്. ചർച്ചകൾക്കോ സംവാദങ്ങൾക്കോ തയ്യാറാകാതെ ഏകപക്ഷീയമായി നിലപാടുകൾ സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയാണ് പൊതുപണിമുടക്കിലേക്ക് നയിച്ചത്. മോഡി സർക്കാർ 1ാം വാർഷികം ആഘോഷിക്കുന്ന ദിവസം തന്നെ BJPയുടെ സംഘടനയായ BMS ഉൾപ്പെടെ സമരപ്രഖ്യാപനം നടത്തിയത് സർക്കാരിന് സമ്മർദ്ദമാകും. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ 6 വയസ്സുകാരിയുടെ വൃക്കകൾ നഷ്ടപ്പെട്ടു. ദില്ലി എയിംസ് ആശുപത്രിയിലാണ് സംഭവം. കുട്ടിയുടെ 2 വൃക്കകളും കാണാനില്ലെന്നാണ് പിതാവിന്റെ പരാതി. ഇടതുവൃക്കയിൽ വീക്കം കണ്ടെത്തിയതിനെ തുടർന്ന് എയിംസ് ആശുപത്രിയിൽ കഴിഞ്ഞ മാർച്ച് 14 ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയ 6 വയസ്സുകാരിയുടെ ഇരുവൃക്കകളും കാണുന്നില്ലെന്നാണ് പരാതിയിൽ പറയുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടിക്ക് ശക്തമായ വയറുവേദന ഉണ്ടായെന്നും തുടർന്ന് CT സ്കാൻ നടത്തിയെന്നും അതിലൂടെയാണ് ഇരുവൃക്കകളും കാണാനില്ലെന്ന് മനസ്സിലായെന്നും പരാതിയിൽ പറയുന്നു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറോട് പരാതി പറഞ്ഞെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചില്ലെന്ന് കാണിച്ചാണ് UP സ്വദേശിയും കുട്ടിയുടെ പിതാവുമായ പവൻകുമാർ പോലീസിൽ പരാതി നൽകിയത്. എയിംസ് അധികൃതരോടും പരാതിപ്പെട്ടിരുന്നെങ്കിലും അവരും പ്രതികരിച്ചില്ല. കഴിഞ്ഞ ഡിസംബർ 8-നായിരുന്നു കുട്ടിയെ ആദ്യമായി എയിംസിലെ ഡോക്ടർ പരിശോധിച്ചത്. ആദ്യ റിപ്പോർട്ടിൽ വലത് വൃക്കയ്ക്ക് കുഴപ്പമില്ലെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് കുട്ടികളുടെ വിഭാഗത്തിലെ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരമാണ് മാർച്ച് 14 ശസ്ത്രക്രിയ നടത്തിയത്. പരാതി ലഭിച്ച ഹൗസ് ഖാസ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പരാതി ഗൗരവമുള്ളതാണെന്ന് കണ്ടെത്തിയ എയിംസ് അധികൃതർ ഉന്നതതല അന്വേഷണത്തിന് ഒരു സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വയനാട്ടിൽ വ്യാപകമായ കുരങ്ങുപനിയെ പ്രതിരോധിക്കാനുള്ള നടപടികളിൽ വീഴ്ചയെന്ന് റിപ്പോർട്ട്. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റേതാണ് കണ്ടെത്തൽ. രോഗബാധിതരായി മരണപ്പെട്ട കുരങ്ങുകളെ കുഴിച്ചിട്ടതാണ് രോഗാണുക്കളുടെ വ്യാപനത്തിന് കാരണമായതെന്നും റിപ്പോർട്ടിലുണ്ട്. കാട്ടുതീ ഉണ്ടാകാത്ത പ്രദേശങ്ങളിലാണ് രോഗബാധ കൂടുതൽ കണ്ടെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം റിപ്പോർട്ടിനെതിരെ വനം വകുപ്പ് രംഗത്ത് വന്നു. മാസങ്ങൾക്കിടെ പനി ബാധിച്ച് 9 പേർ മരണപ്പെട്ടു. 220 പേർ വിവിധയിടങ്ങളിൽ ആശുപത്രികളിൽ കഴിയവേ രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം ഒരാഴ്ചക്കിടെ 110 കവിഞ്ഞു. വയനാട്ടിലെ വനയോര ഗ്രാമങ്ങളിൽ കുരങ്ങുകൾ ചത്തുവീഴുന്നത് പരക്കെ ആശങ്ക പരത്തിയിരിക്കുന്നു. എന്നാൽ പ്രതിരോധ നടപടികൾ കാര്യക്ഷമമാകാത്തത് പലയിടങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയാണ്. അവർക്ക് അടിയന്തരമായിട്ട് ധനസഹായം കൊടുക്കാന്ന് പറഞ്ഞെങ്കിലും ആ ധനസഹായം ഒന്നും തന്നെ അവർക്ക് ലഭിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിൽ വളരെ അലസതയാണ് കാണിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മാതമംഗലത്ത് 4 പേർക്ക് കുരങ്ങുപനി സ്ഥിരീകരിച്ചു. 3 കുരങ്ങുകളാണ് ഇവിടെ 2 ദിവസത്തിനിടെ ചത്തത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ജില്ലാ ആരോഗ്യവകുപ്പ് പ്രത്യേക മെഡിക്കൽ സംഘത്തെ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ തീരുമാനമുണ്ടായിട്ടില്ല. രോഗനിർണയത്തിന് ലബോറട്ടറി സംവിധാനമൊരുക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പും പാഴ്വാക്കാകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. വിഷയത്തിൽ ഗൗരവകരമായ നടപടി ആവശ്യപ്പെട്ട് പ്രക്ഷോഭങ്ങൾക്കൊരുങ്ങുകയാണ് വിവിധ രാഷ്ട്രീയ സംഘടനകൾ. ന്യൂസ് ബ്യൂറോ, വയനാട്. പ്രമുഖ പ്രവാസി വ്യവസായിയും RP ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ തലവനുമായ B. രവിപിള്ള തൃശൂർ ആസ്ഥാനമായുള്ള ധനലക്ഷ്മി ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായി ചുമതലയേറ്റു. പ്രവാസി വ്യവസായികളിൽ പ്രമുഖനായ രവിപിള്ള ധനകാര്യ സേവന മേഖലയിലെ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗമെന്ന സ്ഥാനം ഏറ്റെടുക്കുന്നത് ഇതാദ്യമായാണ്. ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിൽ കേരളത്തിന്റെ സാന്നിധ്യം ഇതോടെ 5 ഉയർന്നു. മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ P. ഹിബയെ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ആദരിച്ചു. ഷിഫ അൽ ജസീറ ചെയർമാൻ KT മുഹമ്മദ് റബിയുല്ല ഹിബയ്ക്ക് പ്രോത്സാഹനമായി 1 ലക്ഷം രൂപയും സ്റ്റെതസ്കോപ്പും പ്രഷർ മോണിറ്ററും നൽകി. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉപഹാരങ്ങൾ നൽകി. ഷിഫ അൽ ജസീറ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് KP മുഹമ്മദ് കുട്ടി, KT മുജീബ് റഹ്മാൻ, KPM സക്കീർ, U ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു.